ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റി റോസ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം കൊച്ചുപള്ളിയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരുന്നത് 2022 ഫെബ്രുവരിയിലായിരുന്നു. അന്ന് ഞാനും എൻ്റെ അമ്മയും ഈ ആലയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ സഹോദരിക്ക് ഒരു മംഗല്യഭാഗ്യം കിട്ടണമേ എന്ന് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. കാരണം എൻ്റെ അമ്മയ്ക്ക് 4 പെൺകുട്ടികളായിരുന്നു. അതിൽ 3 പേരുടെ വിവാഹം അമ്മ നടത്തി. അതിൽ ഒരാളുടെ വിവാഹം ഒരുപാട് തടസ്സങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കതിനെ പരിഹരിച്ച് സാമ്പത്തികമായിട്ടും ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എൻ്റെ സഹോദരിക്ക് നല്ലൊരു വിവാഹ ജീവിതം നൽകി അമ്മ അനുഗ്രഹിച്ചു. എൻ്റെ ഭവനത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് അംഗങ്ങൾ കൂടുതലായതിനാൽ ഞങ്ങളൊന്ന് മാറി താമസിച്ചാലോ എന്ന് എല്ലാവരും കൂടി ഒന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ഭവനത്തിന് വീട്ടിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചുവെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വല്ലാതെ ഒരുപാട് വിശ്വാസത്തോടു കൂടി ഞാൻ ചൊല്ലി, അമ്മ മാതാവേ, എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുമിച്ച് താമസിക്കാൻ ഒരു വാടകയ്ക്കൊരു വീട് അമ്മ ഒരുക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ചൊല്ലി. ഒരാഴ്ച കഴിഞ്ഞില്ല, ഒരു പുതിയ വീട് പാലുകാച്ചി ആ വീട്ടുടമസ്ഥർ അതിൻ്റെ ചാവി ഞങ്ങളെ ഏൽപ്പിച്ചു. ഇന്ന് ഞങ്ങൾ 2 വർഷം കൊണ്ട് ആ പുതിയ വീട്ടിൽ തന്നെയാണ് താമസം. അതിനുശേഷം ഞാൻ ഈ കൃപാസനത്തിലേക്ക് വരുന്നത് 2025 ജാനുവരി 19 അന്ന് ഞാൻ വരുമ്പോൾ ഈ ആലയത്തിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുന്ന സമയം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് ഈശോ നിലത്ത് വീണ് കിടന്ന ഒരു വ്യക്തിയെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതായിട്ട് ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ദുബായിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ബിസിനസ്സൊക്കെ തകർന്ന് വലിയൊരു ഭാരം കടമായിട്ട് എൻ്റെ ഭർത്താവ് നാട്ടിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത നിമിഷം ഞാൻ അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി 2024 ഡിസംബർ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം പുതുക്കാൻ വേണ്ടി ഞാൻ വന്നപ്പം എനിക്ക് ആദ്യമായിട്ടുണ്ടായ അനുഭവം ഇതായിരുന്നു. നിലത്ത് വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ ഈശോ കൈ കൊടുത്ത് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒന്നാണ്. ഞാൻ ആ ഒരു അനുഭവം ഞാനത് വിശ്വാസത്തോടു കൂടി ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇനി എൻ്റെ ജീവിതത്തിൽ നന്മ വരാൻ പോകുന്നുവെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഉടമ്പടി പുതുക്കി 3 ദിവസമായപ്പം തന്നെ ഞങ്ങൾ പലയിടത്തും വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് പൈസയൊക്കെ പോയതല്ലാതെ ഞങ്ങൾക്ക് 9 വർഷമായി ഞങ്ങൾ വിദേശത്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്തു. പൈസയൊക്കെ ഒരുപാട് നഷ്ടമായതല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെയും വിസ ഒന്നും ശരിയായി കിട്ടിയിട്ടില്ല. അപ്പം ഇവിടെ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി പുതുക്കി 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ഏജൻസിയെ കണ്ടു, വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. എല്ലാ ദിവസവും മുടങ്ങാതെ ഞാനും എൻ്റെ 2 പെൺകുട്ടികളും മാതാവിനോട് എല്ലാ ദിവസവും ജപമാല ചൊല്ലുമായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ പോകുമായിരുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ മൂത്ത മോള് തന്നെ മുൻപോട്ട് വന്ന് ലീഡ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇത്തവണ മാതാവ് ഞങ്ങളുടെ ഈ 9 വർഷത്തെ കാത്തിരിപ്പ് മാതാവ് ഞങ്ങൾക്ക് ഈ വിസ തടസ്സം മാറ്റി ഞങ്ങൾക്ക് വിസ നൽകുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. ഏജൻസി ഫെബ്രുവരി 15 ഏജൻസി വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് പേപ്പർ വർക്കൊക്കെ ഓക്കെയായി, VFSൽ പോകേണ്ടത് ഫെബ്രുവരി 22 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് വീണ്ടും മാതാവിൻ്റെ മുന്നിൽ വന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഏജൻസി വിളിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അമ്മയുടെ ഈ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. കാരണം എൻ്റെ കാത്തിരിപ്പിന് അമ്മ എനിക്കൊരു സമാപനം കുറിച്ച് തന്നേ പറ്റത്തുള്ളൂ. കാരണം ഈ കടബാധ്യത തീരണമെങ്കിൽ ഞങ്ങൾക്ക് വിദേശത്ത് പോയേ പറ്റത്തുള്ളൂ. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, വിസയടിച്ച പാസ്പോർട്ട് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും കയ്യിൽ കിട്ടുന്നത് വരെ ഞാൻ മത്സ്യമാംസങ്ങൾ കഴിക്കത്തില്ല, ഉപവാസത്തിൽ തന്നെ ഞാൻ ജീവിക്കും. അമ്മ തിരുകുമാരനും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 21 കൊച്ചിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മാതാവിൻ്റെ മുൻപിൽ 3 തിരികൾ ഞാൻ കത്തിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ബൈബിൾ ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു. ഞാൻ മാതാവിനോടും ഈശോയോടും പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം എനിക്ക് കൃപാസനത്തിൽ വന്ന് പറയണം, അതിന് അമ്മ എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ എന്ന് ഞാൻ മാതാവിനോട് തീർത്ത് പറഞ്ഞു. ഞാൻ ബൈബിൾ തുറന്നു. സങ്കീർത്തനം 116 കൃതജ്ഞത.
ഞാൻ ദൈവത്തെ സ്നേഹിച്ചു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു. ആ വചനം എന്നെ വല്ലാതെ എന്നെ ഒരുപാട് ആഴത്തിലേക്ക്, ഒരു വിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എൻ്റെ കുടുംബത്തെ നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കൊച്ചിയിലെ VFSൻ്റെ ഓഫീസിൽ നിൽക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ, ഈ സാക്ഷ്യങ്ങളിൽ എല്ലാവരും പറയുന്നില്ലേ എന്തെങ്കിലും ഒരു അടയാളം, അവരൊക്കെ ചോദിച്ചപ്പോൾ അമ്മ കൊടുത്തു. അതേപോലെ അമ്മ എനിക്കും ഒരടയാളം, അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും കൂടെ ഉണ്ട് എന്നൊരടയാളം അമ്മ എനിക്ക് കാണിച്ചു തരണമെന്ന് VFS ഓഫീസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞില്ല, ഒരു ആൻറ്റി കുറേ പത്രങ്ങളുമായിട്ട്, കൃപാസനം പത്രങ്ങളുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും പത്രം തന്നു. അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നത്. ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് അവിടെ വെച്ച് തന്നെ അങ്ങ് മാതാവ് സാധിച്ചു തന്നു. പിന്നെ ഓഫീസിലേക്ക് ഞാൻ പോകുമ്പം വെഞ്ചരിച്ച കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും ഞാൻ കൊണ്ടുപോയി. ഓഫീസിന് ബയോമെട്രിക് പോകുന്ന മുമ്പ് ഓഫീസിൻ്റെ മുന്നിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉപ്പിട്ട് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ ഓഫീസിനകത്ത് കയറി. പിന്നെ അവിടുത്തെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് മാർച്ച് 5-ാം തീയതി എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അതിൽ 2 പേർക്ക് UK പോകാനുള്ള വിസ ഉണ്ടായിരുന്നു. ഈ മാസം 5-ാം തീയതി ശനിയാഴ്ച ഞങ്ങൾക്ക് വിസ സ്റ്റാർട്ട് ചെയ്യുന്നു. 9 വർഷത്തെ എൻ്റെ കാത്തിരിപ്പ്, ഞങ്ങളുടെ കണ്ണുനീരിന് അമ്മ ഞങ്ങൾക്ക് ഫലം നൽകി. എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മ മാതാവ് അനുഗ്രഹിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അതുകൂടാതെ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച പത്രങ്ങൾ, എൻ്റെ പ്രേക്ഷിത വേലയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് ഞാൻ പത്രങ്ങൾ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പത്രം കൊടുക്കുന്നത് അല്പം ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടു. കാരണം ആൾക്കാർ എന്ത് ചിന്തിക്കും, ചിലർ മേടിക്കും, ചിലർ മേടിക്കത്തില്ല, അങ്ങനെ. പക്ഷെ കൊടുത്തു തുടങ്ങിയപ്പോൾ ഞാൻ കൊച്ചുപടിയിൽ നിന്ന് നടന്ന് ഞാൻ കാഞ്ഞിരംകുളം വരെ കാൽപ്പാതിൽ തന്നെ ഞാൻ നടന്നു പോയി. ഞാൻ എല്ലാവർക്കും കൃപാസനം പത്രം കൊടുക്കും. ഞാൻ കൊടുക്കുമ്പോൾ എല്ലാവരോടും ഞാൻ ചോദിച്ചായിരുന്നു, മാതാവിൻ്റെ പത്രം കിട്ടിയായിരുന്നോ, ഈ മാസം നിങ്ങൾ മേടിച്ചോ, വായിച്ചോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷമായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും സുഹൃത്തുക്കളും കൂടി ചേർന്ന് RCCയിലും മെഡിക്കൽ കോളേജിലൊക്കെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് എപ്പോഴും പറയും, നിനക്കില്ലെങ്കിലും നിൻ്റെ ഇല്ലായ്മയിൽ നിന്നും എന്തെങ്കിലും ഒരു വിഹിതം നീ മാതാവിന് വേണ്ടി കരുതി ഈ ഭക്ഷണത്തിൽ നീ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു തുക ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഞാനും ഇട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത് ഞങ്ങൾ RCCയിലും മെഡിക്കൽ കോളേജിലും SAT ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഒരിക്കലും ഞങ്ങളൊരു വൃദ്ധസദനം പോയി സന്ദർശിച്ചു. അപ്പൂപ്പന്മാരുടേതായിരുന്നു. അന്ന് അവർക്കൊപ്പം ഞങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെ അവർക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്തു. അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവർക്ക് കഴുകി കൊടുത്തു. അവർ പാത്രങ്ങളൊക്കെ കഴുകി ആ ഫ്ലോറൊക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുകയുണ്ടായി. അതുകൂടാതെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോക്ക് മുടങ്ങുമെങ്കിലും ഞാൻ കുറച്ചും കൂടി എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തു. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവുകയും തന്നെ ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കളെയും കൂടി ചേർത്തിരുത്തി തന്നെയായിരുന്നു ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയത്. ഈ മാറ്റമൊക്കെ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായതാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയും ഈശോയും ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. 38 വർഷമായി ബെത്സൈദ കുളക്കരയിൽ തളർന്നു കിടക്കുന്ന രോഗി, ആരുമില്ല ആ വ്യക്തിയെ വെള്ളത്തിലിറക്കാൻ. വർഷത്തിലൊരിക്കൽ മാലാഖ വന്ന് ജലമിളക്കുമ്പോൾ താൻ തളർന്നു കിടപ്പായതുകൊണ്ട് തന്നെ ഇറക്കാൻ ആരുമില്ല. നിസ്സഹായതയുടെ 38 വർഷങ്ങൾ. ഇവനെ കാണുന്ന ഈശോ, ഈ മകനെ കാണുന്ന ഈശോ സൗഖ്യപ്പെടുവാനായിട്ട് അവന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തന്നെ ആരും കുളത്തിലിറക്കാൻ ഇല്ലാത്തത് കൊണ്ട് തനിക്ക് സൗഖ്യം കിട്ടുന്നില്ല, തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ആ മകനെയാണ് ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ബലിയുടെ മധ്യേ തിരുവചന വായനയിലൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇവിടെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഓരോ മക്കൾക്കും അവരുടെ ജീവിതത്തിലേക്ക് ദൈവം എങ്ങനെയാണ് സംരക്ഷകനായി സഹായകനായി കടന്നു വരിക, അതിന് ഉടമ്പടി എങ്ങനെയാണ് ഓരോ വ്യക്തികളെയും സഹായിക്കുന്നത്. ക്രിസ്റ്റി റോസ് ഇവിടെ പങ്കുവയ്ക്കുന്നത്, താൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തനിക്ക് കിട്ടിയ കൃപകളും അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷം 9 വർഷമായി തനിക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു.
സാധിക്കുന്നില്ല. പല ഏജൻസികളെയും സമീപിച്ചു, പലപ്പോഴും തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു. എന്നാൽ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ മകൾക്കുണ്ടാകുന്ന ഒരു വേറിട്ട അനുഭവമുണ്ട്. നിലത്ത് കിടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കൈ പിടിച്ച് ഉയർത്തുന്ന ഒരനുഭവം. താൻ ഈ കൃപാസന ആലയത്തിൻ്റെക്ക് കാലെടുത്ത് വെക്കുമ്പോഴേ തനിക്ക് അത് ഫീൽ ചെയ്തു എന്നാണ് പറയുക. അന്ന് ഈ മകൾ മനസ്സിലാക്കി തൻ്റെ ജീവിതത്തെ ദൈവം എടുത്തുയർത്താൻ പോവുകയാണ്. അത് 3 ദിവസത്തിനുള്ളിൽ പിന്നീട് തങ്ങൾക്ക് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ അനക്കമില്ലാതിരുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ എങ്ങനെ അതിനൊക്കെ പുതിയ വഴികൾ തുറക്കുന്നു. താനും ഹസ്ബൻഡും ഇപ്പോൾ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള വിസ, ടിക്കറ്റ് എല്ലാം റെഡിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു ഭാരം അത് തങ്ങൾക്ക് ലഘൂകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ലൈറ്റ് വെയ്റ്റനിങ്, ഭാരച്ചുരുക്കം, ഒത്തിരിയേറെ നാളത്തെ കാത്തിരിപ്പും ടൈം ഷോർട്ടനിങ്ങും ഭാരച്ചുരുക്കവും ഒക്കെ നമുക്ക് ഈ അനുഭവത്തിലൂടെ നമ്മോട് ഈ മകൾ പങ്കുവെക്കുമ്പോൾ ഉടമ്പടിയുടെ കണ്ടൻറ്റിൽ അതാണ് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. അങ്ങനെ തൻ്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്തിയ ദൈവത്തിന് ഇന്ന് തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, പ്രേക്ഷിത പ്രവൃത്തിയിലൂടെ, കൂദാശ ജീവിതം കുറേ കൂടി ആത്മാർത്ഥമായി ജീവിക്കുവാൻ പരിശ്രമിച്ച് അങ്ങനെ ജീവിക്കുന്നതിലൂടെയൊക്കെ ഈ മക്കൾ അതിന് നന്ദിയുള്ളവരാവുകയാണ്. അതുപോലെ തങ്ങളുടെ ഭവനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. വാടക വീടാണ്, എന്തിനും ഒരു വാടക വീട് പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ പുതുക്കിയ, അതായത് പണി തീർന്ന ഒരു വീട് അതിവരെ ഏൽപ്പിച്ച് ഇപ്പോൾ 2 വർഷമായി ഇവർ ആ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത്. അങ്ങനെ ജീവിതത്തിൽ നാം നിലത്ത് വീണ് കിടക്കുന്ന സാഹചര്യങ്ങളിലാണ് നാം ഇങ്ങോട്ട് വരിക. അതായത് നമുക്ക് മറ്റ് രക്ഷയൊന്നുമില്ല, ആരുമില്ല നമ്മെ സഹായിക്കാൻ. അപ്പോഴാണ് കർത്താവ് കൈപിടിച്ച് നമ്മെ ഉയർത്തുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കുന്ന ഈ ആലയം നമുക്ക് രക്ഷയ്ക്കായിട്ടുള്ളത്, സഹായത്തിനായിട്ടുള്ളത്. അങ്ങനെ ഇന്ന് തൻ്റെ ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ കൃപകൾക്ക് ദൈവസമക്ഷം, ദൈവജനസമക്ഷം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.